ഹലോ കൂട്ടുകാരെ, നോമ ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വരാനിരിക്കുന്ന BGMI 3.8 അപ്ഡേറ്റിൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീണ്ടും കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാപ്പിൽ ഒരു പുതിയ റോളർ കോസ്റ്ററും അതുപോലെ തന്നെ ഒരു ഫുഡ് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഇവൻറ്റുകളും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. അപ്പം നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്തതിനെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റിൻ്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ അച്ചീവ്മെൻറ്റ് വന്ന് കാണാനായിട്ട് സാധിക്കും. ഈ വരാനിരിക്കുന്ന ലേറ്റസ്റ്റ് ഇവൻറ്റിൻ്റെ ഒരു അച്ചീവ്മെൻറ്റാണിത്. ഇൻവെസ്റ്റിഗേഷൻ വാൻഗാർഡ് എന്നാണ് ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ പേര്. ഇത് ഒറ്റ സിംഗിൾ അച്ചീവ്മെൻറ്റ് മാത്രമായിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചിക്കൻ ഡിന്നർ അടിക്കേണ്ട രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് അത് ഇതിൽ വന്നിട്ടില്ല. പുതിയ ഇവൻറ്റ് നമുക്ക് 3 മാപ്പിലായിട്ടാണ് കിട്ടുന്നത്. ലിവിക്ക്, റോണ്ടോ, എറാങ്കൽ, ഈ 3 മാപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇവൻറ്റിൻ്റെ നെയിം റിവീൽ ആയിട്ടുണ്ട്. സ്ട്രീം പങ് ഫ്രണ്ട് ടയർ, അങ്ങനെയാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. കൂട്ടുകാരെ, നമ്മുടെ റോണ്ടോ മാപ്പിലാണ് ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ റോണ്ടോ മാപ്പ് കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ഷോപ്പും ഗാരേജും കൂടെ മെർജ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉള്ളത് അറിയാനായിട്ട് സാധിക്കും. അത് അറിയാത്തവർക്കായിട്ട് ഞാൻ മാപ്പിൽ കാണിച്ചു തരാം. ഇതുപോലെ ഷോപ്പും ഗാരേജും കൂടെ മെർജായ ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ ആ ഒരു ഷോപ്പിനടുത്ത് എത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഗൺസും വെപ്പൺസും, പിന്നെ രണ്ടാമതൊരു സെക്ഷൻ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. അതായത് നിങ്ങളുടെ ബാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ സപ്ലൈസ് നിങ്ങളുടെ ബാഗിലുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സപ്ലൈസ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഈ കാണിക്കും പോലെ സെല്ല് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഷോപ്പിലെ അവസാനത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിക്കപ്പ് വെഹിക്കിൾ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ നിങ്ങൾ 30 ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗാരേജിൻ്റെ ഡോറ് ഇതുപോലെ ഓപ്പണായി വരുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഒരു UAC കിട്ടുന്നതാണ്. ഈ ഒരു UAC നിങ്ങൾ എവിടെ നിന്നെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ഒരു UACയുടെ പേര് എന്ന് പറയുന്നത് ആംഡ് UAC ആണ്. പണ്ട് ഇത് ഫ്ലെയർ അടിച്ചാൽ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നേക്കാണ്. കറുത്ത നിറമൊക്കെ അടിച്ചിട്ട് കാണാൻ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വെഹിക്കിളാണ്. ഈ ഒരു വണ്ടി പഴയ PUBG പ്ലേയേഴ്സിന് എന്തായാലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. ഈ ഒരു വണ്ടി ഇരുന്ന് വെളിയിലോട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കിയാൽ ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയാണ്. അത് ബീറ്റയുടെ ഗ്ലിച്ച് എന്നാണ് തോന്നുന്നത്. ഇത് ഫിക്സ് ആയി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എറാങ്കൽ മാപ്പിൻ്റെ സ്പോണലിൻ്റെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആടിൻ്റെ ഒരു ശില്പമൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു ട്രെയിനാണ് കൊണ്ടുവച്ചേക്കുന്നത്. അതും കുറച്ച് ആർട്ട് രീതിയിലൊരു ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് വെച്ചേക്കുന്നത്. നമ്മൾ മാപ്പിലായിട്ട് ലാൻഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുള്ള കുറച്ച് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിയുള്ള സ്ഥലത്ത് ഇപ്പോൾ പാച്ച് 17 എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ സ്പോണലിൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു ആടിൻ്റെ ശില്പം കാണുന്നതാണ്. ഇവിടെ വന്ന് നിങ്ങൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ആനിമേഷനൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ക്യാരക്ടർ ഒരു ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം ജസ്റ്റ് അത് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നമുക്കൊരു ചീഴ്സ് തരും പോലെയാണ് ഒരു പോസൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഒരു ഗ്രിൽഡ് ചിക്കൻ തരുന്നതാണ്. ഈ ഒരു ചിക്കൻ എടുത്ത് വെച്ചേക്കുക. അതിൻ്റെ കാര്യം എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ വന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഡൊണേറ്റ് കൊടുത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ലെവൽ 1 എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഉടനെ നിങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ നേരെ ഈ ഒരു സ്ഥലത്തിന് ഔട്ട് വരിക. വെളിയിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ബാഗ് തുറന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലെസ്സിങ് പാക്ക് ലെവൽ 1 എന്നൊരു സാധനം കാണും. ഇതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിന്നിട്ട് ഇതുപോലെ ഒരുപാട് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നേരത്തെ നമ്മുടെ അടുത്ത് ഗ്രിൽഡ് ചിക്കൻ നമ്മുടെ കൺസ്യൂമബിൾ സ്ലോട്ടിലാണ് ഉണ്ടായിരിക്കുക. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ബാർ ഇതുപോലെ ഫുള്ളാവുന്നു. നമ്മുടെ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈക്ലോൺ കോസ്റ്റർ എന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു സോണിനകത്ത് കയറിയതുപോലെയാണ്. ഇതിനകത്ത് നമുക്ക് നൈറ്റ് മോഡ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് ഈ ഒരു ഏരിയക്കകത്ത് മാത്രം നമുക്ക് ഒരു നൈറ്റ് മോഡ് അവൈലബിൾ ആണ്. ആ ഒരു ആകാശവും ആ ഒരു ചന്ദ്രനൊക്കെ നോക്കിയ കേസ് വേറെ ലെവലിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. നമുക്ക് ബിൽഡിങ്ങിനകത്ത് പോയി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ കോസ്റ്റർ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ സ്ക്വാഡായിട്ടൊക്കെ വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റൈഡ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും. ശരിക്കും നമ്മുടെ ക്രിസ്മസിൻ്റെ റെയിൻഡിയർ വണ്ടി പോകും പോലെയാണ് തോന്നുന്നത്. നമ്മളൊരു റിയൽ ടൈം എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ പേരൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മുടെ സ്ക്വാഡൊക്കെ കളിക്കുന്ന ടൈമിൽ നമ്മൾ ഇവിടെ വന്ന് ഫൺ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു വൈബായിരിക്കും. എന്തായിരുന്നാലും അടുത്ത തവണ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു റൈഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ലൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഒരു നോർമലായിട്ടുള്ള രീതിയിലുള്ള ലൂട്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മുടെ എറാങ്കൽ മാപ്പിൽ തന്നെ റാൻഡം ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരു ഹോട്ട് എയർ ബലൂൺ
ബലൂൺ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബലൂണിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബലൂണിനകത്തേക്ക് ഇതുപോലെ എൻ്റർ ആവാൻ പറ്റുന്നതാണ്. ഇതിനകത്തേക്ക് എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആക്സെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബലൂൺ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ അടഞ്ഞിട്ട് മേലോട്ട് പോകുന്നത്. ഈ ഒരു ബലൂണ് ഏറ്റവും മേലെ ഇതുപോലെ വന്ന് നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ബലൂണ് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിൽക്കുന്ന പ്ലേസിൽ നിന്ന് തന്നെ ജസ്റ്റ് മേലോട്ട് ഇതുപോലെ ഒരു ഹൈ വ്യൂവിൽ കിട്ടുന്നതാണ്. ഈ ഒരു ബലൂണിൻ്റെ മേലെ കയറുന്നിട്ട് സ്നൈപ്പറൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്നും കില്ലെടുക്കാമെന്നൊക്കെയാണ്. ഒരു പർട്ടിക്കുലറായിട്ടുള്ള ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഡോർ ക്ലോസ് ആയിട്ട് വീണ്ടും ഈ ഒരു ബലൂണ് താഴേക്ക് തന്നെ വരുന്നതാണ്. ഈ ഒരു ബലൂൺ യൂസ് ആവുമില്ലെന്ന് കമൻറ്റ് ചെയ്യുക കൂട്ടുകാരെ. നമ്മുടെ മെയിൻ ഇവൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തായിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പെട്ടികൾ കാണാനായിട്ട് സാധിക്കും. ആ ഒരു പെട്ടി ഓപ്പൺ ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഓഡിയം ഗിയർ കിട്ടുന്നതാണ്. ഇവൻറ്റിലെ സ്റ്റേഷനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഷോപ്പുണ്ട്. ഈ ഒരു ഷോപ്പിനടുത്ത് നിന്ന് നമ്മൾ ടാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ എന്തോ ഗ്ലിച്ചായിട്ടിരിക്കുന്നത് നമുക്കത് ബൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു പോഷൻ ഡ്രിങ്ക് എന്നാണ് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റിൽ ഇതിനെപ്പറ്റിയും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ മെയിൻ ലൂട്ട് വരുന്ന ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കളക്ട് ചെയ്യാൻ ഇവിടെ സ്റ്റീം കോയിൻ എന്നൊരു കോയിൻ കിട്ടുന്നതാണ്. ശരിക്കും ഈ ഒരു കോയിൻ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെല്ലറിൻ്റെ അടുത്ത് നിന്ന് ആ ഡ്രിങ്ക്സ് ബൈ ചെയ്യേണ്ടത്. പക്ഷേ ബീറ്റയുടെ ഗ്ലിച്ച് കാരണം നമുക്കിപ്പോൾ ഈ ഒരു കോയിൻ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്തടുത്ത പാച്ച് അപ്ഡേറ്റ് ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തടുത്ത് വരാനിരിക്കുന്ന ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിനെ പറ്റി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കൂട്ടുകാർ അടുത്തായിട്ട് നമ്മുടെ ഓഡിയം ഗിയർ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നേരത്തെ ഗ്യാസ് ഔട്ടായി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓഡിയം ഗിയർ യൂസ് ചെയ്യണമായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ അത് നേരെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു ഓഡിയം ഗിയറിലെ സ്റ്റീം ഔട്ടായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് നേരം വെറുതെ വെച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പയ്യെ തന്നെ ഈ ഒരു സ്റ്റീം ഫില്ലാവുന്നതാണ്. ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ പയ്യെ സ്റ്റീം ഫുള്ളാവുന്നത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഗിയർ മാറ്റേണ്ടി വരത്തില്ല. നമ്മുടെ മെയിൻ ഇവൻറ്റിന് ഉള്ളിലെ ഒരു വലിയ ബിൽഡിങ്ങിനടുത്തുള്ള ഒരു ക്രേറ്റാണിത്. ഈ ഒരു ക്രേറ്റിലല്ല, ഇതിന് അടുത്തായിട്ട് വേറൊരു 2 മിനി ക്രേറ്റുകളുണ്ട്. ഈ ഒരു ക്രേറ്റിനടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നീണ്ട സിലിണ്ടർ ഒരെണ്ണം കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഈ ഒരു സിലിണ്ടറാണ് കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിലിണ്ടർ മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ കളക്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു സിലിണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു. നിങ്ങൾ ഓഡിയം ഗിയർ ഇതുപോലെ കയ്യിൽ എക്യുപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ കാണുന്നൊരു ഓപ്ഷനിൽ റീഫിൽ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഔട്ടായിരിക്കുന്ന സ്റ്റീം പെട്ടെന്ന് തന്നെ ഫില്ലാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഗ്യാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാസ് ഫില്ല് ചെയ്യാനുള്ള സാധനമാണ് ഈ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ, ഇതൊക്കെയാണ് നമ്മുടെ 3.8-ൽ വരാനിരിക്കുന്ന വീണ്ടും പുതുതായിട്ട് വന്ന കുറച്ച് മാറ്റങ്ങളും ഫ്യൂച്ചേഴ്സും എന്ന് പറയുന്നത്. ഇനി ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പോരായ്മയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ സൂൺ ഗൈസ്.